ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കനത്ത മഴയെ തുടർന്ന് ബേപ്പൂരിൽ 500ഓളം വീടുകളിലും 2 അംഗനവാടികളിലും വെള്ളം കയറി. ഇൻഷുറൻസ് മേഖല വിദേശ ശക്തികൾക്കായി തുറന്നുകൊടുത്തിരിക്കുകയാണെന്ന് LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU. ഭക്തി നിറവിൽ തളി മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ക്ഷിപ്രപ്രസാദ മഹാഗണപതി ഹോമം. റോട്ടറി ക്ലബ് കാലിക്കറ്റ് സൈബർ സിറ്റിക്ക് പുതിയ ഭാരവാഹികൾ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കനത്ത മഴയെ തുടർന്ന് ബേപ്പൂരിൽ 500ഓളം വീടുകളിലും 2 അംഗനവാടികളിലും വെള്ളം കയറി. 12 കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റി. MLA മുഹമ്മദ് റിയാസും മറ്റ് ജനപ്രതിനിധികളും ക്യാമ്പുകൾ സന്ദർശിച്ചു. ശക്തമായ മഴയിൽ ബേപ്പൂരിൽ 500ഓളം വീടുകളിൽ വെള്ളം കയറി. 48-50 ഡിവിഷനുകളിൽ നിന്നായി 12 കുടുംബങ്ങളെ നടുവട്ടം UP സ്കൂളിലേക്ക് മാറ്റി. 100ഓളം കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറി. നിരവധി വീട്ടുകാർ വെള്ളം ഒഴിയുമെന്ന പ്രതീക്ഷയിൽ വീടുകളിൽ തന്നെ കഴിയുകയാണ്. കൗൺസിലർമാരായ K രാജീവൻ, PP വീരാൻകോയ, ഷിനു പിണ്ണാണത്ത്, നിമി പ്രശാന്ത്, തസ്ലീന, കൊല്ലരത്ത് സുരേശൻ തുടങ്ങിയവർ ദുരിതാശ്വാസ മേഖലകളിലും ക്യാമ്പിലും സജീവമായ ഇടപെടൽ നടത്തി. 50ാം ഡിവിഷനിൽ ശാന്തിതീരം, സമത്വം അങ്കണവാടി, തുലാമുറ്റം വയൽ, ചാക്കീരിക്കാട് പറമ്പ്, 4 സെന്റ് കോളനി, കുറ്റിയിൽ വയൽ, ചുള്ളിയാമ്പളപ്പ്, തോണിച്ചിറ, കരിമ്പാടം കോളനി, മുതുനിലം വയൽ, കയറ്റിച്ചിറ, ചെറുപ്പുപാലം, കിഴക്കുംപാടം, സാഗരസരണി എന്നിവിടങ്ങളിലെല്ലാം വെള്ളം കയറി. വർഷങ്ങളായിട്ട് ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. മഴ കൂടുതൽ പെയ്താൽ വീടുകളിലേക്കൊക്കെ വെള്ളം കയറും. ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് റൂട്ടിലേക്ക് കയറും. അതുപോലെ 2-3 വീടുകളൊക്കെ വെള്ളത്തിൽ കയറും, വെള്ളത്തിനുള്ളിലാവും. ഇത് ഇനി മഴ കഴിഞ്ഞാൽ ഒരു 4-5 മാസം ഇങ്ങനെ ഈ വെള്ളം ഇങ്ങനെ ഉണ്ടാവും. വെള്ളം ഇങ്ങനെ കിടന്നിട്ട് ഫുട്പാത്തിൽ പൂപ്പല് പിടിച്ചിട്ട് നടന്നു പോകുമ്പോൾ ആൾക്കാർ വീഴുന്ന വരെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പിന്നെ പ്രായ ആൾക്കാരുണ്ട്, കൂടെ എല്ലാ ഭിന്നശേഷിക്കാരായ കുട്ടികളൂടെ ഉണ്ട്. അവർക്കൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ടാണിത്. കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെയാണ്. MLA മുഹമ്മദ് റിയാസ് ദുരിതബാധിത പ്രദേശവും ക്യാമ്പും സന്ദർശിച്ചു. മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് നടന്ന യോഗത്തിൽ MLA മുഹമ്മദ് റിയാസ് സംസാരിച്ചു. വില്ലേജ് ഓഫീസിൽ ജീവനക്കാരുടെ കുറവ് നികത്തുമെന്നും മഴക്കെടുതി വിഷയം റവന്യൂ, ആരോഗ്യമന്ത്രി എന്നിവരുമായി ചർച്ച ചെയ്യുമെന്നും റിയാസ് പറഞ്ഞു. മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുവാൻ യോഗം തീരുമാനിച്ചു. ആരോഗ്യകാര്യ ചെയർമാൻ K രാജീവ് അധ്യക്ഷനായിരുന്നു. യോഗത്തിൽ HI ജീവൻലാൽ, കൗൺസിലർമാർ, വില്ലേജ് അസിസ്റ്റന്റ് U ഷീന, സ്കൂൾ പ്രധാനാധ്യാപകൻ AM മനോജ്, ആശാവർക്കർമാർ KV ശിവദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ഇൻഷുറൻസ് മേഖല വിദേശ ശക്തികൾക്കായി തുറന്നുകൊടുത്തിരിക്കുകയാണെന്ന് LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU. 7ാം അഖിലേന്ത്യാ സമ്മേളന വിശദാംശങ്ങൾ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. വർഷാവർഷം ലക്ഷക്കണക്കിന് രൂപ കേന്ദ്ര സർക്കാരിലേക്ക് നൽകിക്കൊണ്ട് രാജ്യത്തിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാനും നമുക്ക് കഴിയുന്നുണ്ട്. ഇത്രയൊക്കെ വളർച്ച ഈ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന ഘട്ടത്തിൽ പോലും ഈ സ്ഥാപനത്തെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നൊരു നിലപാട് സ്വീകരിക്കേണ്ടതിന് പകരം രാജ്യത്ത് നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായി വികസിത മുതലാളിത്ത രാജ്യങ്ങളിൽ നിന്ന് അവിടുത്തെ ഇൻഷുറൻസ് കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ രാജ്യത്ത് നടത്തുകയും ഇൻഷുറൻസ് മേഖല അത്തരം വിദേശ കമ്പനികൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU 7ാമത് അഖിലേന്ത്യാ സമ്മേളനം ഓഗസ്റ്റ് 5-6 തീയതികളിൽ കോഴിക്കോട് AKG ഓഡിറ്റോറിയത്തിലെ സഖാവ് വസുദേവ ആചാര്യ നഗറിൽ നടക്കും.
19 സംസ്ഥാനങ്ങളിൽ നിന്നായി കേന്ദ്ര കമ്മിറ്റി നേതാക്കളടക്കം 520 പ്രതിനിധികൾ 2 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കും. സമ്മേളനം ഓഗസ്റ്റ് 5-ന് CITU അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്യും. അഖിലേന്ത്യാ വനിതാ കൺവെൻഷൻ CITU അഖിലേന്ത്യാ സെക്രട്ടറി മധുമിത ബന്ദോപാധ്യായ ഉദ്ഘാടനം ചെയ്യും. അഖിലേന്ത്യാ സമ്മേളനത്തോടനുബന്ധിച്ച് പതാക ദിന ആഘോഷം, ചിത്ര പോസ്റ്റർ രചന, ഏജന്റുമാർക്കുള്ള മോട്ടിവേഷൻ ക്ലാസ്, വനിതാ സംഗമം, വിളംബര റാലി എന്നിവ പൂർത്തിയായതായും സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം വൈസ് ചെയർമാൻ PK സന്തോഷ്, ജനറൽ കൺവീനർ M ലേഖധൻ, LIC AOI കേന്ദ്ര കമ്മിറ്റി അംഗം PK സദാനന്ദൻ, മീഡിയ കമ്മിറ്റി കൺവീനർ പുരുഷു കുട്ടമ്പൂർ, സംഘടനാ ട്രഷറർ PK ദിനേശൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭക്തിയുടെ നിറവിൽ തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കർക്കിടക മാസ പ്രത്യേക ചടങ്ങുകൾ നടന്നു. ക്ഷിപ്രപ്രസാദ മഹാഗണപതി ഹോമത്തിന് ക്ഷേത്രം പുരോഹിതർ കാർമ്മികത്വം വഹിച്ചു. ശനിയാഴ്ച നവഗ്രഹ ക്ഷേത്രമായ കോഴിക്കോട് തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഗജാനന സങ്കടഹര ചതുർത്ഥി ദിനമായ ഓഗസ്റ്റ് 2 ഞായറാഴ്ച നടന്ന കർക്കിടക മാസ ക്ഷിപ്രപ്രസാദ മഹാഗണപതി ഹോമം ഭക്തിസാന്ദ്രമായി. ഹോമം വീക്ഷിക്കുവാൻ നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തിയിരുന്നു. രാവിലെ 6 മണിക്ക് ആരംഭിച്ച ക്ഷിപ്രപ്രസാദ മഹാഗണപതി ഹോമത്തിന് ക്ഷേത്രം മുഖ്യ പുരോഹിതൻ ബ്രഹ്മശ്രീ ബാലസുബ്രഹ്മണ്യ ശർമ്മ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബ്രഹ്മശ്രീ വിശ്വനാഥ ശർമ്മ, ബലരാമ ശർമ്മ, പ്രദീപ് ശർമ്മ, നിരഞ്ജൻ ശർമ്മ, ലക്ഷ്മണ ശർമ്മ, വിഷ്ണുമൂർത്തി ശർമ്മ, നാരായണ ശർമ്മ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. മഹാദീപാരാധനയ്ക്ക് ശേഷം ഭക്തജനങ്ങൾക്ക് നിവേദ്യ പ്രസാദം നൽകി. തളി ബ്രാഹ്മണ സമൂഹം സെക്രട്ടറി AS വിവേകാനന്ദൻ, ക്ഷേത്ര കമ്മിറ്റി ചെയർമാൻ R രാജഗോപാലകൃഷ്ണൻ, സെക്രട്ടറി MJ അനന്തനാരായണൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ധോത്തികൾ, സിൽക്ക് സാരികൾ, കലംകരി ഉൽപ്പന്നങ്ങൾ, ബെഡ്ഷീറ്റ്, കോട്ടൺ സാരികൾ, ചുരിദാറുകൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, ജൂട്ട് ബാഗുകൾ, തേക്കിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ. ഖാദി തുണിത്തരങ്ങൾക്ക് 30% റിബേറ്റ്, ഫർണിച്ചറുകൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവ്. കൂടാതെ കാർ, സ്കൂട്ടർ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും ഗിഫ്റ്റ് വൗച്ചറുകളും. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ദൈനംദിന ആവശ്യ സാധനങ്ങളുമായി ഇനി മുതൽ പുതിയ സൂപ്പർ മാർക്കറ്റും. ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. റോട്ടറി ക്ലബ് ഓഫ് കാലിക്കറ്റ് സൈബർ സിറ്റി 2026-27 വർഷത്തെ ഭാരവാഹികൾ സ്ഥാനമേറ്റു. ചടങ്ങ് റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ MV മോഹൻദാസ് മേനോൻ ഉദ്ഘാടനം ചെയ്തു. MP രഞ്ജിത്ത് പ്രസിഡന്റ്, KPG റജീൽ സെക്രട്ടറി, K സലീൽ സലീം ട്രഷറർ ഉൾപ്പെട്ട ഭരണസമിതിയാണ് ചുമതലയേറ്റത്. ഹോട്ടൽ മലബാർ പാലസിൽ നടന്ന ചടങ്ങ് റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ MV മോഹൻദാസ് മേനോൻ ഉദ്ഘാടനം ചെയ്തു. His message is nothing, create lasting impact. നമ്മൾ പലരും ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ പലർക്കും ഓർമ്മയില്ല. പല ആളുകളും പറഞ്ഞത് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയില്ല. അതിന് പകരം ഈ ഒരു 2026-ൽ നമുക്കറിയാം, സി ദ പവർ ഓഫ് സൊസൈറ്റി. ആ സൊസൈറ്റിയിൽ എല്ലാവരും വ്യത്യസ്തരായിട്ട് ചിന്തിക്കുന്നവരാണ്.
റോട്ടറി സൈബർ സിറ്റി മുൻ പ്രസിഡന്റ് PS സിറാജ് പ്രീതി അധ്യക്ഷനായി. ഡിസ്ട്രിക്ട് ഗവർണർ ഇലക്ട് കെ ദീപക് കുമാർ മുഖ്യാതിഥിയായി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി എന്റെ കൃഷി എന്റെ ലഹരി പദ്ധതിയുടെ ലോഗോ പ്രകാശനവും 6 വരി പാതയിൽ സുരക്ഷിത യാത്രയ്ക്ക് ഓൺലൈൻ പഠനം പദ്ധതിയുടെ ലോഞ്ചിങ്ങും നടത്തി. ട്രാഫിക് പോലീസിനും നിറവ് പ്രവർത്തകർക്കും കുട കൈമാറി. പ്രമേഹ രോഗവിമുക്ത ക്യാമ്പയിൻ, മാസ് ബീച്ച് ശുചീകരണം, സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ, ക്യാമ്പസ് ടാലന്റ് ഫെസ്റ്റ്, റോട്ടറി ഫ്ലവർ ഷോ തുടങ്ങിയ ഒട്ടേറെ പദ്ധതികളാണ് ഈ വർഷം നടപ്പിലാക്കുന്നത്. മുൻ ഡിസ്ട്രിക്ട് ഗവർണർമാരായ ഡോക്ടർ രാജേഷ് സുഭാഷ്, ഡോക്ടർ സേതു ശിവശങ്കർ, DCC സജിത് നല്ലൂർ, റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ സന്നാഫ് പാലക്കണ്ടി, GGRK V സവീഷ്, ഇലക്ട് പ്രസിഡന്റ് K നിതിൻ ബാബു, അബ്ദുൽ ജലീൽ എടത്തിൽ തുടങ്ങിയവർ സന്നിഹിതരായി. ചടങ്ങിനോടനുബന്ധിച്ച് സംഗീത വിരുന്നും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഖാദി ഓണം മേള 2026 തുടക്കമായി. ഖാദി വിപണനശാലകളിൽ നടക്കുന്ന മേളയുടെ ജില്ലാതല ഉദ്ഘാടനം കോഴിക്കോട്ട് മന്ത്രി T സിദ്ദിഖ് നിർവഹിച്ചു. കേരള ഖാദി വ്യവസായ ബോർഡിന് കീഴിൽ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഖാദി വിൽപ്പനശാലകളിൽ നടക്കുന്ന ഓണം മേളയുടെ ജില്ലാതല ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും മന്ത്രി T സിദ്ദിഖ് നിർവഹിച്ചു. സ്വാശ്രയത്വത്തിന്റെയും നാടിന്റെ അഭിമാനത്തിന്റെയും നമ്മുടെ സംസ്കാരത്തിന്റെയും ഒക്കെ ഭാഗമാണ് ഖാദി എന്നുള്ളത്. അതിന്റെ പാരമ്പര്യവും അതിന്റെ മഹനീയതയും വിളിച്ചറിയിക്കുന്നതിനും എത്രയോ അപ്പുറമാണ് എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ പറയേണ്ടതൊന്നുമില്ല. ഓണത്തിനായി ഖാദി പുറത്തിറക്കുന്ന പുതിയ ഖാദി കുപ്പടം സാരിയുടെ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹനും ഖാദി എള്ളെണ്ണയുടെ പ്രകാശനം കോർപ്പറേഷൻ കൗൺസിലർ സാറ ജാഫറും നിർവഹിച്ചു. കുപ്പടം സാരി നെയ്തെടുക്കുന്ന തൊഴിലാളികളെ RDO S ഗൗതം രാജ് ആദരിച്ചു. സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KK മുഹമ്മദ് നിർവഹിച്ചു. VK ഫൈസൽ ബാബു MLA അധ്യക്ഷത വഹിച്ചു. കേരള ഖാദി വ്യവസായ ബോർഡ് മാർക്കറ്റിംഗ് ഡയറക്ടർ K ഷിബി, ഫെഡറൽ ബാങ്ക് കോഴിക്കോട് അസോസിയേറ്റ് വൈസ് പ്രസിഡന്റ് അമൃതരാജ് ജോസി, NGO അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി KK ദിനേശൻ, SEU ജില്ലാ പ്രസിഡന്റ് ഹനീഫ പനായി, കേരള ഖാദി വ്യവസായ ബോർഡ് മാർക്കറ്റിംഗ് ഓഫീസർ S ഷിഹാബുദ്ദീൻ, KBEA ജനറൽ സെക്രട്ടറി T ബൈജു, BS രാജീവ്, കോഴിക്കോട് സർവോദയ സംഘം സെക്രട്ടറി MK ശ്യാമപ്രസാദ്, കേരള സർവോദയ സംഘം ചെയർമാൻ U രാധാകൃഷ്ണൻ, കണ്ണൂർ സർവോദയ സംഘം സെക്രട്ടറി VP രജീഷ്, പ്രൊജക്ട് ഓഫീസർ V ഷിബു എന്നിവരും പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഓൾ കേരള മാനേജ്മെന്റ് സ്കൂൾ അസോസിയേഷൻ ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. K ജയന്ത് MLA ഉദ്ഘാടനം ചെയ്തു. 200ഓളം അധ്യാപികമാർ പങ്കെടുത്തു. കോഴിക്കോട് KP കേശവ മേനോൻ ഹാളിൽ നടന്ന ഓൾ കേരള മാനേജ്മെന്റ് സ്കൂൾ അസോസിയേഷന്റെ ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം K ജയന്ത് MLA നിർവഹിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് KC അഭിലാഷ് അധ്യക്ഷനായിരുന്നു. ഓൾ കേരള മാനേജ്മെന്റ് സ്കൂൾ അസോസിയേഷന്റെ ഇതുപോലൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. മാത്രമല്ല, കാലാവസ്ഥ പ്രതികൂലമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും കോഴിക്കോട് കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്പോർട്സ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറ ജാഫർ, അസോസിയേഷൻ മുൻ പ്രസിഡന്റ് ശശിധരൻ മേനക്കണ്ടി, വൈസ് പ്രസിഡന്റ് രഞ്ജീവ് കുറുപ്പ്, സെക്രട്ടറി V മാധവി ദേവി, ട്രഷറർ ബുഷറ അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. ട്രെയിനിങ്ങിന് സുഭാഷ് അമ്പാടി നേതൃത്വം നൽകി. റസൽ പല്ലത്ത്, സുബൈദ അഹമ്മദ്, പ്രസീദ മണ്ണടത്ത് തുടങ്ങിയവരും സംബന്ധിച്ചു. ജില്ലയിലെ അസോസിയേഷനിൽ അംഗങ്ങളായ വിവിധ സ്കൂളുകളിൽ നിന്നായി 200ഓളം അധ്യാപികമാർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ധോത്തികൾ, സിൽക്ക് സാരികൾ, കലംകരി ഉൽപ്പന്നങ്ങൾ, ബെഡ്ഷീറ്റ്, കോട്ടൺ സാരികൾ, ചുരിദാറുകൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, ജൂട്ട് ബാഗുകൾ, തേക്കിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ,
ഖാദി തുണിത്തരങ്ങൾക്ക് 30% റിബേറ്റ്, ഫർണിച്ചറുകൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവ്. കൂടാതെ കാർ, സ്കൂട്ടർ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും ഗിഫ്റ്റ് വൗച്ചറുകളും. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ദൈനംദിന ആവശ്യ സാധനങ്ങളുമായി ഇനി മുതൽ പുതിയ സൂപ്പർ മാർക്കറ്റും. ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ബേപ്പൂർ കക്കാടത്ത് കുടുംബസംഗമത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു. കക്കാടത്ത് ഹൌസിൽ ശ്രുതി ജിഷിന്ദിന് കുടുംബരക്ഷാധികാരി പ്രദീപ് ഹുഡിനോ ബ്രോഷർ കൈമാറി. ബേപ്പൂർ കക്കാടത്ത് കുടുംബത്തിന്റെ അടുത്ത കുടുംബസംഗമം 2026 ഒക്ടോബർ 4 ബേപ്പൂരിൽ നടക്കും. പരിപാടിയുടെ ബ്രോഷർ പ്രകാശനം BC റോഡിലെ കക്കാടത്ത് ഹൌസിൽ നടന്നു. ഗ്ലോബൽ കോർഡിനേറ്റർ ശ്രുതി ജിഷിന്ദിന് നൽകി കുടുംബരക്ഷാധികാരി മജീഷ്യൻ പ്രദീപ് ഹുഡിനോ ബ്രോഷർ പ്രകാശനം നിർവഹിച്ചു. പരിപാടിയിൽ ജനറൽ കൺവീനർ സുകേഷ് കക്കാടത്ത്, ട്രഷറർ സന്തോഷ് കക്കാടത്ത്, രക്ഷാധികാരി മുകുന്ദൻ കക്കാടത്ത് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കുട്ടികളുടെ അഭിരുചിക്കും കാലത്തിന്റെ മാറ്റത്തിനും അനുസരിച്ചായിരിക്കണം വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിക്കേണ്ടതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ വിജയോത്സവം 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. വിജയോത്സവം 2026 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ അഭിരുചിക്കും കാലത്തിന്റെ മാറ്റത്തിനും അനുസരിച്ചായിരിക്കണം വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിക്കേണ്ടതെന്ന് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ പറഞ്ഞു. കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളെയും SSLC, HSS എന്നിവയ്ക്ക് ഫുൾ A+ കിട്ടിയ വിദ്യാർത്ഥികളെയും LSS, USS നേടിയവരെയും നാഷണൽ ഇന്റർനാഷണൽ ജേതാക്കളെയും അനുമോദിക്കുന്ന വിജയോത്സവം 2026 കോഴിക്കോട് ചിന്മയാഞ്ജലി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. വരും വർഷങ്ങളിൽ 100% വിജയം കരസ്ഥമാക്കിയ അൺഎയ്ഡഡ് വിദ്യാലയങ്ങളെയും ഫുൾ A+ കിട്ടിയ വിദ്യാർത്ഥികളെയും കോർപ്പറേഷന്റെ അനുമോദന ചടങ്ങിൽ വിവേചനം കൂടാതെ പങ്കെടുപ്പിക്കുമെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സാറ ജാഫറും പൊറ്റമ്മൽ വാർഡ് കൗൺസിലർ ടി റനീഷും ഉറപ്പു നൽകി. മുൻ സർക്കാരിനെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ സർക്കാർ അൺഎയ്ഡഡ് സ്കൂളുകളോടും മാനേജ്മെന്റിനോടും വിദ്യാർത്ഥികളോടും അനുഭാവപൂർവമായ സമീപനം സ്വീകരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് KRSMA സംസ്ഥാന പ്രസിഡന്റ് ആനന്ദ് കണ്ണശ അഭിപ്രായപ്പെട്ടു. KRSMA സംസ്ഥാന ട്രഷറർ രാഘവ ചേരാൾ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ഹാരിഫ്, ചിന്മയ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഷീബ രാംദാസ്, KRSMA ഭാരവാഹികളായ CP അബൂബക്കർ, PV അനൂപ് കുമാർ, PK വിലാസിനി, AK അബ്ദുള്ള, R ദിലീഷ്, കോഡ് റോബോ CEO രജനീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കോഡ് റോബോ ആൻഡ് റോബോട്ടിക്സ് തയ്യാറാക്കിയ കോഡ് റോബോ റോബോട്ടിക്സ് ആൻഡ് AI പ്രാക്ടിക്കൽ ഗൈഡ് ഫോർ സ്കൂൾ സ്റ്റുഡൻസ് എന്ന ബുക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KRSMA ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ S വിക്രമന് നൽകി പ്രകാശനം ചെയ്തു. ജനറൽ സെക്രട്ടറി TP മുനീർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് ബഷീർ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. എലിസ്റ്റോ ടെഫ സീസൺ 12 ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരങ്ങൾ ആവേശകരമായി സമാപിച്ചു. കോഴിക്കോട് ചെറുവണ്ണൂർ അഡ്രസ് ടഫ് ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ യങ്സ്റ്റേഴ്സ് വിഭാഗത്തിൽ ടർഫ് മാസ്റ്റേഴ്സും മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ അൽമാസും ജേതാക്കളായി. മാസ്റ്റേഴ്സ് വിഭാഗം ഫൈനലിൽ മിയോറ ഗോൾഡിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 6-5 പരാജയപ്പെടുത്തിയാണ് അൽമാസ് കിരീടം സ്വന്തമാക്കിയത്. യങ്സ്റ്റേഴ്സ് വിഭാഗം ഫൈനലിൽ ഡയമണ്ട് FCയെ 3-1 കീഴടക്കിയാണ് ടർഫ് മാസ്റ്റേഴ്സ് ചാമ്പ്യന്മാരായത്.
വ്യക്തിഗത പുരസ്കാരങ്ങളിൽ യങ്സ്റ്റേഴ്സ് വിഭാഗത്തിൽ ടർഫ് മാസ്റ്റേഴ്സിന്റെ നബീൽ മാൻ ഓഫ് ദി മാച്ചിന് അർഹനായി. യങ്സ്റ്റേഴ്സ് വിഭാഗത്തിലെ ഇഫ്രാൻ ഗോൾഡൻ ബൂട്ടും ഗോൾഡൻ ബോളും സ്വന്തമാക്കി. മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ അൽമാസിന്റെ ഫാരിസ് മാൻ ഓഫ് ദി മാച്ചായി. അൽമാസിന്റെ ആമിറാണ് മാസ്റ്റേഴ്സ് കാറ്റഗറിയിലെ ഗോൾഡൻ ബോളിനും ഗോൾഡൻ ബൂട്ടിനും അർഹനായത്. മികച്ച ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം ഹാറൂൺ നേടി. എമർജിംഗ് പ്ലെയറായി ഫലാഹ് ഫൈസൽ തെരഞ്ഞെടുക്കപ്പെട്ടു. ടൂർണമെന്റിന്റെ സമാപന ചടങ്ങിൽ ടഫ ചെയർമാൻ ആദം ഒജി അധ്യക്ഷനായിരുന്നു. എലിസ്റ്റോ സോളാർ MD, സഹദ് ബംഗ്ല, സജേഷ് കുമാർ, വസീം കെ, ഷാഹിർ അലി, അനൂപ് എന്നിവർ വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. സെക്രട്ടറി PV യൂനുസ്, ട്രഷറർ ഹാഷിം കടക്കലകം, KM അക്താബ്, PM താജുദ്ദീൻ, സാലിഹ് ബറാമി, ഷഫീഖ് അറക്കൽ, മജ്സൂം അലി, SV സഫർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. സൺഡേ ക്രിക്കറ്റ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന തെക്കേപ്പുറം തറവാട് പ്രീമിയർ ലീഗ് TPL സീസൺ 2 ടൂർണമെന്റിന്റെ ഭാഗമായി കാട്ടിൽവീട് തറവാട് ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സി പ്രകാശനം ചെയ്തു. കോർപ്പറേഷൻ വാർഡ് കൗൺസിലർ SK അബൂബക്കർ, ടെഫ ചെയർമാൻ ആദം ഒജി എന്നിവർ ചേർന്ന് ജേഴ്സി ലോഞ്ചിംഗ് നിർവഹിച്ചു. ടീം മാനേജർ KV ഇസ്ഹാഖ് അധ്യക്ഷനായിരുന്നു. മെറാൽഡ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ജലീൽ ഇടത്തിൽ, ജാംജൂം ഡയറക്ടർ അബ്ദുൾ റഷീദ് കരുവള്ളി, ലിയ മെഡിക്കൽ സെന്റർ ഡയറക്ടർ സമീർ അൽതാഫ്, സൺഡേ ക്രിക്കറ്റ് ക്ലബ്ബ് പ്രസിഡന്റ് K അനൂപ് തുടങ്ങിയവർ പങ്കെടുത്തു. തെക്കേപ്പുറത്തെ 12 തറവാടുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് ഓഗസ്റ്റ് 1-2 തീയതികളിൽ ഗെയിം ഓൺ ഗ്രൗണ്ടിൽ നടക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കനത്ത മഴയെ തുടർന്ന് ബേപ്പൂരിൽ 500ഓളം വീടുകളിലും 2 അംഗനവാടികളിലും വെള്ളം കയറി. ഇൻഷുറൻസ് മേഖല വിദേശ ശക്തികൾക്കായി തുറന്നുകൊടുത്തിരിക്കുകയാണെന്ന് LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU. ഭക്തി നിറവിൽ തളി മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ക്ഷിപ്രപ്രസാദ മഹാഗണപതി ഹോമം. റോട്ടറി ക്ലബ് കാലിക്കറ്റ് സൈബർ സിറ്റിക്ക് പുതിയ ഭാരവാഹികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.